ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ ഒരു മുസ്ലിം വനിത കാൽ കഴുകുകയും അതേ തുടർന്നുണ്ടായ പുണ്യാഹം തെളിയിക്കലുമൊക്കെയാണ് ഇപ്പോൾ വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. എന്തു തന്നെയായാലും അത് ആധുനിക കേരളത്തിന് അപമാനമാണ്. കാലങ്ങൾ പോകെ അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് എല്ലാ രീതികളും നവീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം പ്രവണതകൾ സവർണ മാടമ്പിത്തരം എന്നേ പറയാൻ കഴിയുള്ളൂ. ബ്രാഹ്മണർക്ക് അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാനും അതുപോലെ തന്നെ ക്ഷേത്രഭരണം ഉള്ളം കയ്യിൽ ഒതുക്കാനുമുള്ള ഒരു രീതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇന്നും തുടർന്നു പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നമുക്ക് അസ്പൃശ്യത പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ കഴിഞ്ഞ ഒരു സ്ഥലമാണ്. ഹിന്ദുക്കൾ എല്ലാ ജാതിക്കാർക്കും കീഴ്ജാതിക്കാർക്കൊക്കെ ഇത് ഉത്തരേന്ത്യയിൽ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും മറ്റ് സംസ്ഥാനത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ തന്നെ നാനാ മതസ്ഥർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം. മോദിജി തന്നെ കേരളത്തിന് സ്പിരിച്വൽ ടൂറിസം വേണം, അത് എൻ്റെ പദ്ധതിയിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് എല്ലാവർക്കുമായി അതൊരു വലിയൊരു വരുമാന മാർഗമാണ്. ഇപ്പോൾ നമ്മുടെ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക്, അതായത് വിദേശികൾക്കെല്ലാം കേരളത്തിലെ ഒരു അമ്പലത്തിലും കയറാൻ പറ്റില്ല. എന്നാൽ തിരുവണ്ണാമലയിലെ ഏറ്റവും വലിയ ശിവക്ഷേത്രത്തിലൊക്കെ അവർ പോവുകയും രമണ മഹർഷിയുടെ അടുത്ത് താമസിക്കുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള റിസർച്ചസ് ഒക്കെ അവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ മാത്രം അത് വളരെയധികം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അത് വിശ്വാസമുള്ളവർക്ക് അത് തുറന്നു കൊടുക്കേണ്ട ഒരു കാലമൊക്കെ അതിക്രമിച്ചു. ഇനി ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ എല്ലാവർക്കും വരാമെന്നൊരു അവസ്ഥയാവും. അപ്പോൾ ഇന്ന് കാണിച്ചു കൂട്ടുന്നതൊക്കെ വളരെ മൂഢത്തരാണെന്ന് മനസ്സിലാവും. കാരണം വൈക്കം സത്യാഗ്രഹ സമയത്ത് മഹാത്മാഗാന്ധി തന്നെ ആ ചർച്ചയ്ക്ക് ആയിട്ട് ഇണ്ടന്തിരുത്തി മനയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് വൈശ്യനായതുകൊണ്ട് തന്നെ മനയിലേക്കുള്ള പ്രവേശനം നിഷേധിക്കുകയായിരുന്നു. പുറത്തു നിന്നാണ് ചർച്ച നടത്തിയത്. ആ ഇണ്ടന്തിരുത്തി മന ഇന്ന് ചെത്തുതള്ളാളി യൂണിയൻ ഓഫീസായി മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഡാർക്ക് ഏജിൽ നടക്കുന്ന വളരെ പ്രിമിറ്റീവായിട്ടുള്ള നമ്മൾ ഡാർക്ക് ഏജിലേക്ക് അല്ലെങ്കിൽ പിന്നോട്ട് നമ്മളിങ്ങനെ തിരിച്ചു നടത്താൻ ഇനി വേണ്ട, മുന്നോട്ട് തന്നെയാണല്ലോ വേണ്ടത്. ഇത്തരം പ്രിമിറ്റീവായിട്ടുള്ള ആചാരങ്ങൾക്കൊക്കെ നമ്മൾ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മനുഷ്യരാണല്ലോ, ഒന്ന് കാല് ക്ഷേത്രക്കുളത്തിൽ കഴുകി. ബ്രാഹ്മണനില്ലാത്ത ശുദ്ധി അല്ലെങ്കിൽ ബ്രാഹ്മണനില്ലാത്ത അശുദ്ധി നമുക്കുണ്ടോ? നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ലോ. ഹിന്ദുവിനെ മാത്രമല്ലല്ലോ ദൈവം സൃഷ്ടിച്ചേക്കുന്നത്. മുസ്ലിം ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചിട്ട് എല്ലാവരെയും സൃഷ്ടികർത്താവാണ്. നമ്മൾ കൃഷ്ണനെ ദൈവമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവമാണ് അഹിന്ദുവിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ എന്തിനെ ഇങ്ങനെ ഇത്രയും ഒരു ഭേദചിന്ത കാണിക്കുന്നത്? ഗീതയിൽ ഭേദചിന്ത പാടില്ല എന്നാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ വേണ്ട വിധം ഇവരൊന്നും ഗീത വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിഷ്കളങ്കരായ ഭക്തരെ വളരെയധികം വ്യസനിച്ചിട്ടും സമർപ്പണ മനോഭാവത്തിലും ആണ് അവിടേക്ക് പോകുന്നത്. അപ്പോൾ അതില്ലാത്തത് ഇവർക്കാണ്. ദേഷ്യം വന്നപ്പോൾ തോർസമുണ്ട് ഒരു കൃഷ്ണ വിഗ്രഹത്തിൻ്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞത് ഇവരാണ്. അപ്പോൾ അവർക്ക് അത്രയധികം വിശ്വാസമുണ്ട്. അവർ കമേഴ്സ്യലൈസ്ഡ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണല്ലോ അവരതങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ വീട്ടിലൊരു പുലകുളി അടിയന്തരം കഴിയുന്നേക്കാൻ മുന്നേ ഉത്സവ സീസൺ ആയതുകൊണ്ട് ദക്ഷിണ നല്ലോണം കിട്ടുന്ന സമയത്തായതുകൊണ്ട് തന്ത്രി അവിടുന്ന് അത് വേണ്ടെന്ന് തന്നെ വെച്ചിട്ട്, അപ്പോൾ അതൊക്കെ അനുഷ്ഠാനം മാത്രമാണ്. തന്ത്രിക്ക് നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ടല്ലേ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. ആളുകൾ പിടിക്കപ്പെട്ടപ്പോഴാണ് പിന്നെ അത് മാറിയതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു ശുദ്ധ തട്ടിപ്പാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. കൃഷ്ണപിള്ള ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ അന്ന് സവർണർക്ക് മാത്രമേ മണിയടിക്കാൻ പാടുള്ളൂ. ഇപ്പോഴും ഞാനൊക്കെ ചോദിക്കും മണിയടിച്ചോട്ടെ എന്ന്. പക്ഷെ പറ്റില്ല എന്ന് പറയും. ഉത്തരേന്ത്യയിലെ മണിയടിച്ചിട്ടാണ് നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇവിടെ അത് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ കൃഷ്ണപിള്ള മണിയടിച്ചപ്പോൾ ആദ്യത്തെ ദിവസം ഗംഭീരമായിട്ട് അടിച്ചു, അദ്ദേഹത്തിനെ വളരെയധികം മർദ്ദിച്ചു. അപ്പോൾ പിറ്റേ ദിവസം അതേ ആർജവത്തോടെ തന്നെ അദ്ദേഹം മണിയടിച്ചു, അപ്പോഴും മർദ്ദിച്ചു. അദ്ദേഹത്തെ മർദ്ദിച്ചത് സ്വജാതിയിൽപ്പെട്ട ആൾക്കാർ തന്നെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഉശിരുള്ള നായരും മടിയടിക്കും,
ഇച്ചിരി പെറുക്കി നായന്മാർ മുതുകത്തടിക്കും എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, അവിടുന്ന് ഒരു തുടർച്ച ഉണ്ടായിട്ടില്ല. സാമൂഹിക വിപ്ലവം ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല എന്നാണ്. നമുക്ക് അന്നേ അംബേദ്കറൊക്കെ പറഞ്ഞിട്ടുണ്ട്, സാമൂഹിക വിപ്ലവത്തിന് സാക്ഷാത്കരിച്ചാൽ മാത്രമേ നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. കാസ്റ്റ് അനിഹിലേഷനിലൊക്കെ അദ്ദേഹം അത് തന്നെ പറയുന്നത്, ആദ്യം ജാതി വ്യവസ്ഥ നിർത്തലാക്കണം എന്നുള്ളത്. ഇപ്പോൾ ഈ അൺടച്ചബിലിറ്റി, മനുഷ്യർ തമ്മിൽ അൺടച്ചബിളായി കാണുന്നത് ശരിയല്ല. വിശ്വാസമുള്ള ആൾക്കാർക്കൊക്കെ ദൈവത്തെ പ്രാർത്ഥിക്കാം. മറ്റെല്ലാ സ്ഥലത്തും ഇതായി എന്നിരിക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രം ഈ സവർണ ആധിപത്യം അത്ര നന്നല്ല. അതിനെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.